നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 28-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 12-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുമാത്രമല്ല, ഇന്ന് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. ശുക്രവാരം ഏറ്റവും സൗഭാഗ്യത്തെ, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ശുക്രവാരം, ശുക്രൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് എന്ത് ശുഭകാര്യത്തിനും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. നമുക്ക് പ്രധാനമായിട്ട് ഇന്നത്തെ ദിവസം കൊള്ളാം, എല്ലാ കാര്യത്തിനും ഇറങ്ങാം. പക്ഷേ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. അതായത് വൃശ്ചിക മാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഏതൊക്കെ രീതിയിൽ? സാമ്പത്തിക പുരോഗതി വന്നു ചേരും. സാമ്പത്തികമായി വളരെ മേന്മയുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്കൊപ്പം തന്നെ നിങ്ങൾക്ക് കുറേ നേട്ടഭാവങ്ങൾ. ഒന്ന്, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹം ഇങ്ങനെ നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക്. മറ്റൊന്ന്, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ സഹോദരിയുടെ വിവാഹം നടക്കുന്നില്ല, സഹോദരൻ്റെ വിവാഹം നടക്കുന്നില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്, വീട്ടിനകത്ത് നിൽക്കുകയാണ്. ആ വീട്ടിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കും, വിവാഹമൊക്കെ നടക്കും. ഇല്ല, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുകയാണ്. ഭാര്യ വിദേശത്തും ഭർത്താവ് സ്വദേശത്തും, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തും. ഇങ്ങനെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കൂടെ കൊണ്ടുവന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള സാഹചര്യം ഒരുങ്ങും, ശ്രമിച്ചാൽ. അതിന് സംശയം വേണ്ട. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ അകൽച്ച, അല്ലാതെ അകൽച്ച വരാം. ചെറിയ സൗന്ദര്യപ്പിണക്കം വന്നാൽ മതി, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ വന്നാൽ മതി ഒരാളുമായിട്ട് പിണങ്ങി നിൽക്കാൻ. അതെല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചാൽ പരിഹാരമാകുന്ന ഒരു വർഷവും കൂടിയാണ്. അതായത് നല്ലൊരു ദാമ്പത്യ ജീവിതത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. നമുക്ക് സമയം നല്ലതായി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ വരത്തില്ല, നമുക്ക് പരിശ്രമിക്കണം. അപ്പോൾ പരിശ്രമിക്കുമ്പോൾ ഫലസിദ്ധി ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല യാത്രയ്ക്ക് മാത്രം, നമ്മൾ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:46 ആകുമ്പോഴേ രാഹുകാലം തുടങ്ങുള്ളൂ. 10:30 തുടങ്ങൂല, 10:46 തുടങ്ങുള്ളൂ. 10:30 തുടങ്ങിയെന്നും പറഞ്ഞിരിക്കണം, 10:46 വരെ രാഹുകാലം ഇല്ല. 10:46 തുടങ്ങി 12 മണിക്ക് തീരൂല. 12 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളിക കാല സമയവും യമകണ്ഠ കാലസമയവും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 7:54 തൊട്ട് 9:20 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3:05 മുതൽ 4:31 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഞാൻ പറഞ്ഞു, മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:48 തൊട്ട് 12:36 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ 48 മിനിറ്റ് നേരം. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ്. അതിലൊരു ഇടയ്ക്കൊരു 4 മിനിറ്റ് മാത്രമേ കൊള്ളാതെ ഉള്ളൂ. 12:10 തൊട്ട് 12:14 വരെ. ഈ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറ്, ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാക്കും. ചുവന്ന വസ്ത്രമോ ചുവന്ന മിക്സായിട്ടുള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന വസ്ത്രം ധരുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.